Hello dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ് ജെ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് ഓഗസ്റ്റ് 24 സാറ്റർഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു നോൺ വെജ് ഐറ്റം ആയാലോ നമ്മുടെ മക്കൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ. KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനെല്ലാം ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പോപ്കോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം നല്ലപോലെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഓണിയൻ പേസ്റ്റ് വേണം. ഓണിയൻ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എന്താ സവോളയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓണിയൻ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണിയൻ പേസ്റ്റിന് പകരമായിട്ട് നമുക്ക് റെഡ് ഓണിയൻ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റെഡ് ഓണിയൻ പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും. റെഡ് ഓണിയൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ റെഡ് ഓണിയൻ പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവൊന്നുമില്ല, നല്ല റെഡ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ. സാധാരണ എരിവുള്ള മുളക് പൊടിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരമായിട്ട് ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗാർലിക് പൗഡറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും. ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതും 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഓണിയൻ പേസ്റ്റ് ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച് ചൂടാറിയ പാല് 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലോ അതേപോലെ തന്നെ ചൂടുള്ള പാലോ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച് ചൂടാറിയ പാല് തന്നെ 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലും കൂടെ എന്തിനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റായി കിട്ടാനും നല്ലപോലെ ജ്യൂസി ആയി കിട്ടാനും വേണം നമ്മളിങ്ങനെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതാ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീര് മുഴുവനായി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ ചെറിയ നാരങ്ങയുടെ പകുതി ഹാഫാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസ് മുഴുവനായി നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ അതാ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതാ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മുടെ ചിക്കനിലേക്ക് മസാലകളെല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം കേട്ടോ ചെയ്തിട്ട്. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതേപോലെ ചിക്കനിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും
ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ആ ഫ്രിഡ്ജിലേക്ക് ചിക്കൻ വെക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളവും നമുക്കൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ അത് 6 മണിക്കൂറിന് ശേഷം ഞാനത് ചിക്കന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ നല്ലപോലെ മസാലകളെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളവും കൂടെ വെച്ചിരുന്നു. ആ വെള്ളവും നല്ലപോലെ നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനുള്ള പുറത്ത് കോട്ടിങ് കൊടുക്കാനുള്ള പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് മൈദ, അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കോൺഫ്ലോറും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ മൈദയും കോൺഫ്ലോറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്കോ ഇട്ടോ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ, 2 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പുറത്ത് കോട്ടിങ് കൊടുക്കാനുള്ള പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായി വെച്ചിരുന്ന ചിക്കനിൽ നിന്നും ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൗഡറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം ഇതിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ നിന്ന് ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് ഈ പൗഡറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ അതാ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എല്ലാം ഇതേപോലെ ഒന്ന് ഡ്രൈ പൗഡറിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ചിക്കൻ എല്ലാം ഒന്നുകൂടെ എടുത്തിട്ട് നമ്മുടെ തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 3 സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ആ ഡ്രൈ പൗഡറിലേക്ക് ഒന്നുകൂടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സെക്കൻഡ് കോട്ടിംഗ് ആണ് കേട്ടോ. അങ്ങനെ അതാ കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടെ നമ്മൾ ഇതേപോലെ തട്ടിക്കൊടുക്കുക. ഇനി നമുക്കത് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. ഞാനിതാ സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടാക്കാനേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ എല്ലാം ഓരോന്നോരേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തട്ടിക്കൊടുത്താൽ മാത്രമേ ആ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തണുത്ത വെള്ളത്തിലൊന്ന് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ആ ഡ്രൈ പൗഡറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് കളർ മാറി വന്ന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് ചിക്കൻ എല്ലാം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിക്കൻ എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യത കാണുന്നതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം സൺഫ്ലവർ ചൂടാക്കി എടുത്ത ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൊണ്ടത് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള KFC സ്റ്റൈലിൽ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസോ അതേപോലെ മയോണൈസൊക്കെ വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നാളെ സൺഡേ ആണ്. ചിക്കൻ നാളെ സൺഡേ ആയിട്ട് വീട്ടിൽ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചിക്കൻ പോപ്കോൺ KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും വീട്ടിലുണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടമായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കാണും കേട്ടോ. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ KFC ചിക്കൻ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും